റോളക്സിന്റെ കൂട്ടുകാരനാണ്, ഭയങ്കര ഫ്രണ്ടാണ്. ശ്രിമ്പ് എന്ന് പറയുന്നത് ചുവന്ന ചെമ്മീൻ, അങ്ങനെ പറഞ്ഞാൽ മതി. ചെമ്മീൻ പോലെ ഇരിക്കും ശ്രിമ്പ് എന്ന് പറയും. ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ റോളക്സ് കട കയറി പോണ്. ഞാൻ ചെമ്മീൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതെന്ത്? എനിക്ക് ഡയറ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് പോർക്കറിച്ചൊക്കെ വാരി തിന്ന് അങ്ങനെ അവന് കൈകാലം പിറക്കി. വേറൊരു കേസ് അറിഞ്ഞ വിജയ് സിനിമയിൽ ഞാൻ അഭിനയിക്കില്ലാന്ന്. അയ്യോ, അതെന്ത് പറ്റി? ഈ സാധനം ഇതിനെന്ത് പറയുമ്പോ അരങ്ങല്ലല്ലോ. അരങ്ങല്ല, അരങ്ങ് തോരണോ? തോരണല്ല, പിണ്ടിമേ കുത്തി. അയ്യോ മോനെ, എടാ മമ്മി ഇന്ന് പെൻറ്റിപ്പിരീത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. ഇത് നമ്മുടെ പറങ്കികളുടെ ഒരു പലഹാരമാണ്. പപ്പക്ക് ഒരു അസുഖം വന്ന്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കണ്ടമാല. പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഈ പേര് അറിയുള്ളൂ. അപ്പൊ മക്കളെ, നമ്മ ഇന്ന് സൺഡേ, ഞായറാഴ്ച പള്ളിയിൽ പോയി വന്ന് ചായ കുടി കഴിഞ്ഞപ്പോ അതെ ഒരു 2 മീൻ എടുത്തിടാനുണ്ട്. റോളക്സിന്റെ കൂട്ടുകാരൻ ലിയോ. റോളക്സിന്റെ കൂട്ടുകാരനാണ്, ഭയങ്കര ഫ്രണ്ടാണ്. അയ്യോ, ശരിക്കും പറഞ്ഞാ ലിയോന്റെ ഒരു തോണ്ടലിനുള്ളൂ റോളക്സ്. ലിയോന്റെ വായല് കടന്നിരിക്കാനുള്ളൂ റോളക്സ്. കൂട്ടുകാരാണെന്നാണ് ഞങ്ങൾ വിചാരിക്കണേ. കൂട്ടുകാരാണ്. ഉണ്ണിക്കൂട്ടനാണ് ലിയോന്റെ ഓണർ. അവർക്ക് മീനെ പിടിച്ചിടല്ലേ. മീനെ 2 കിട്ടിയിട്ടുണ്ട്. മീനല്ല, മറ്റേ ഇത് ഇതിനകത്തൊന്നും കാണാനില്ലല്ലോ ഈ സാധനം. ഇതെന്തൊട്ട് സാധനം? ഇത് ശ്രിമ്പ് എന്ന് പറയുന്നത് ചുവന്ന ചെമ്മീൻ, അങ്ങനെ പറഞ്ഞാൽ മതി. ചെമ്മീൻ പോലെ ഇരിക്കും ശ്രിമ്പ് എന്ന് പറയും. ഇതിനകത്ത് ഏതാണ്ട് വേറെ കിടക്കണ്ടല്ലടാ. അത് സാധനം നമുക്ക് അബ്ദുൽ എന്റെ കൂട്ടുകാരൻ അബ്ദുൽ പേര്. അവന്റെ പേര് അബ്ദുൽ. അപ്പൊ നമുക്ക് മാളേന്ന് അഖിലൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. മാളയില് മീനുകളുണ്ട്, പച്ചകൾ നല്ല ആൽഗ വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഇട്ടാ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. മാളയില് ചെല്ലുക, ചെമ്മീൻ ഒക്കെ വേണ്ടവര് ആ കടയിൽ സന്ദർശിക്കുക. കടയുടെ പേരെന്നടാ? അഖിലക്കോറിയം മാള. ഇതാണ് സംഭവം. നമുക്ക് ഇടാല്ലേ? ഇതിങ്ങനെ തന്നെ ഇടാം. ഇങ്ങനെ തന്നെ ഇട്ടോട്ടെ വെള്ളത്തോട്. മമ്മി പക്ഷെ ആദ്യമായിട്ട് കാണാൻ ഇത് ഇത്ര കുഞ്ഞി. ഇതാവുമ്പോ മുട്ടിട്ട് പെരുകുന്നത് ഇങ്ങനെ ഉണ്ടാവുള്ള അല്ലെങ്കിൽ വലിപ്പം വെക്കോ? ശ്രിമ്പ് എന്ന് പറയാ. ശ്രിമ്പ് കണ്ട അതിനകത്ത് കാണാൻ പറ്റണ്ട. അതില് കണ്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുഞ്ഞിതുങ്ങൾ ഉണ്ടറാ മീൻ. അതില് വേറെ മീനുകളുണ്ട്. പ്ലാറ്റി ഉണ്ട്. അതില് ഒട്ടിപിടിച്ചിരിക്കണല്ലേ കവറില്ല. ഓക്കെ അല്ലേ മീനില്ലേ? ഓക്കെ ഗൈസ്, വെള്ളം ഇങ്ങനത്തെ നല്ല നല്ല പച്ച പ്ലാറ്റി നോക്കി. പ്ലാറ്റികളൊക്കെ ഉണ്ട്. അടിയിൽ മീനുകളുണ്ട് വേറെ. നല്ല അടിയിൽ ഇങ്ങനെ ഇതായിട്ട് കിടക്കേ ഇതിന്റെ ഇത്. അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഇതിങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കണല്ലോ അല്ലെ? നീ തീറ്റ നമ്മുടെ ആൽഗുണ്ട്, അത് ഇടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ പൈസ നമ്മളൊരു വീഡിയോയില് കാറ്റ് പൗ നടന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോനകത്ത്. അപ്പൊ അത് വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. അതെ, ഇന്നലെ ഞാനൊരു കമ്പ് വെറുതെ കുത്തി. ഇത് ഇതിന്റെ ഉള്ളിൽ റൗണ്ടായി റൗണ്ടായി അല്ല, ഇതിന്റെ ഉള്ളിൽ കിടക്കായിരുന്നു. ഇത്രയും വരെ ഉണ്ടായുള്ളൂ. പക്ഷെ ഞാൻ ആ കമ്പ് കുത്തി കൊടുത്തപ്പോ അതുമേ കൂടി ഇങ്ങനെ കയറാൻ. ഇനിയിപ്പോ ഇത് നന്നായിട്ട് പടർന്നു വന്നോളൂ. ഇതിന്റെ കൈ കണ്ട് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടാ പിടിച്ചു, കൈമേ പിടിച്ചു. ഇങ്ങനെ പിടിക്കുന്നത് പൂച്ചയുടെ വിരലും അതിന്റെ കൈ പോലെ പിടിക്കുന്നുണ്ട്. അതിങ്ങനെ പിടിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇത് ഇനി പടർത്തി കൊടുക്കണം. ഇവിടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും പടർത്തി കൊടുക്കണം. അടിപൊളിയായിട്ട് വരും. അപ്പൊ ഗൈസ്, മമ്മി ഇന്നത്തെ പരിപാടി ഇത് വരുന്ന ഞായറാഴ്ച നമുക്ക് അമ്പ് പള്ളിയിൽ അമ്പ് വരുന്ന ആളാണ്. അപ്പൊ എന്നിട്ടുണ്ടാക്കണേ അമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പുണ്യാളൻ സെബസ്ത്യാനോസ് പുണ്യാളൻ. പുണ്യാളൻ ആളല്ലേ മച്ചാൻ എന്ന് പറയില്ലേട്ടാ റോയിലെ. നമ്മുടെ ആ പുണ്യാളന്റെ പെരുന്നാളാണ്. ആ പുണ്യാളനെ അമ്പ് ചെയ്ത് കൊന്നു. അപ്പം ആ അമ്പിനെ പ്രതിനിധീകരിച്ച് അമ്പ് പെരുന്നാൾ. അതാണ് അമ്പ് പെരുന്നാൾ. സെബസ്ത്യാനോസ് പുണ്യാളുടെ അമ്പ് പെരുന്നാൾ. അപ്പം അത് നമ്മുടെ വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ പള്ളി പെരുന്നാൾ. അപ്പൊ അതോടുകൂടി കഴിയാണ്. പിന്നെ ആ ബുധനാഴ്ച വെള്ളി ശനി ഞായറല്ലേ പെരുന്നാള്. അതോടുകൂടി പെരുന്നാൾ അതിന് വേണ്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കണ മമ്മി അരങ്ങ സാധനങ്ങളൊക്കെ അപ്പൊ അതിനോടനുബന്ധിച്ച് ഉണ്ടാക്കണത് എന്താന്ന് വെച്ചാലേ ഇത്
പിണ്ടി പെരുന്നാൾ. പിണ്ടി പെരുന്നാളാ? പിണ്ടി അങ്ങനെയും പറയും. ഇതിപ്പോ ഉണ്ടാക്കി വെച്ചാണല്ലേ? ഞങ്ങൾ തുടങ്ങിയുള്ളൂ. സാധനം മേടിച്ചു വെച്ചിട്ട് കുറെ നാളായി. ഞങ്ങൾക്ക് ഒഴിവൊന്നും കുറെ നാളായി നമ്മൾ വാങ്ങിച്ചിട്ട്. അടിപൊളി കോമ്പിനേഷൻ ആയില്ല കളർ. 2 ആഴ്ച പോരെ. അപ്പൊ അങ്ങനെ ഇത് പിണ്ടിമേലതേ മക്കളെ മമ്മി പറഞ്ഞുതരാം. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ പിണ്ടി കുത്തിയിട്ട് ആ പിണ്ടി ഇപ്പുറത്തല്ല. അയ്യോ ഒരു പിണ്ടി അവിടെ കുത്താത്രേ. അത് മതിയല്ലേ? 2 പിണ്ടിമേ കുത്താനുള്ള സാധനം ഇത് ഉണ്ടാക്കിയും. ഞാനിട്ടില്ല ചെക്ക എന്റെ മമ്മി പിണ്ടി പിണ്ടി എന്ന് പറഞ്ഞ് റോളക്സിന്റെ കുണ്ടിക്കിട്ട് കുത്തിരുന്നിട്ടാ. അയ്യേ ഇവനൊക്കെ ഇങ്ങനത്തെ ചളി പറയുള്ളൂ ഇടക്ക്. അപ്പൊ ഈ ഇങ്ങനെ ഈർക്കൽ ഇങ്ങനെ എടുത്തിട്ട് ഇതുമേല് പേപ്പർ ഇങ്ങനെ വെട്ടി അരങ്ങ് പോലെ വെട്ടി ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് പൂ ഉണ്ടാക്കുന്നത് മഞ്ഞ പേപ്പർ കൊണ്ടല്ലേ? അതുകൊണ്ട് എന്നിട്ട് ഇതുപോലത്തെ ലാസ്റ്റ് ആകുമ്പോ ഇതുപോലെ ആയി വരൂലേ? അതുപോലെ ആകും. അതിങ്ങനെ ഞങ്ങൾക്ക് നിറച്ച് കുത്താനാണ് ആഗ്രഹം. കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങ പിണ്ടി അതെല്ലാം മക്കളെങ്ങനെയായാലും കാണിച്ചു എന്തോരം ഗ്യാപ്പിലാണ്ട് നിരത്തി പിടിച്ച് കുത്താൻ പറ്റും. അങ്ങനെ അത്രയും എന്നാലാണ് ഭംഗി വരാം. അത് തന്നെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ ഉണ്ടാക്കാണ്ട് റെഡി ആയി കഴിയുമ്പോ അമ്മ അമ്പ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ അമ്മയുടെ മനസ്സിലേക്ക് വന്നത് ഓടിയെത്തണ ഓർമ്മ എന്തുട്ടമ്മ? ഓടിയെത്തണ ഓർമ്മ എന്ന് പറഞ്ഞാൽ അമ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഓടിയെത്തണത് എന്ന് പറഞ്ഞത് അമ്മുവിന്റെ മനസ്സിൽ എന്തിട്ട് തന്നെ അമ്മു. ശരി നാളെ പോയി കുറച്ച് ഓള് പടക്കം വാങ്ങിച്ചത് മരുന്നാക്കിട്ട് മണപ്പിക്കാൻ കൊടുത്ത ഡെയിലി. അപ്പൊ അതല്ല എനിക്കെന്ന് പറയണത് മക്കളെ വീട്ടില് ഫുഡ് പലഹാരങ്ങള് അതൊക്കെ കണ്ണ് നിറച്ചുണ്ടാക്കണം. കാരണം അമ്പിനെ അങ്ങനെ മമ്മിയുടെ വീട്ടിലായിരുന്നപ്പോ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കാറില്ല മക്കളെ. അല്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യല്. വീട്ടില് ചെയ്യും, കൂട്ടുകുടുംബം ഇരുന്ന്. അപ്പൊ പിന്നെ അത്ര അത്യാവശ്യം ഉള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത പലഹാരങ്ങൾ വട്ടയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ. വട്ടയപ്പം ഉണ്ണിയപ്പം ഒന്നും കണ്ടിട്ടേ ഇല്ല മമ്മി. അങ്ങനെ പരിപ്പാടി ഉണ്ടാക്കുന്നു. പക്ഷെ പരിപ്പാടി അവിടെ മാറിപ്പോയി. അയ്യോ മറ്റേ സാധനം നെയ്യപ്പം അത് ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഇല്ലേ, വട്ടയപ്പം ഉണ്ടാക്കും. പിന്നെ ബ്രെഡ് അതനുസരിച്ച് ഞങ്ങളുടെ ഇതില് കറുത്തപ്പം എന്ന് പറയാ. അത് ശർക്കര ഒഴിച്ചിട്ട് നല്ല നൈസ് അരിപ്പൊടിയില് ആ കിണ്ണത്തപ്പത്തിന് പലരും പല നാട്ടിലും പല പേരാ. ചിലയിടത്ത് കറുത്തപ്പം എന്ന് പറയുമ്പോ വേറെ. ഞങ്ങളുടെ ഇവിടെ നല്ല കറുത്ത ശർക്കര ഉരുക്കി ഒഴിച്ച് തേങ്ങാപ്പാലിൽ പൊടി നനച്ച് സൂപ്പറാണത്. നല്ല ടേസ്റ്റാ. അങ്ങനെ ഉണ്ടാക്കും. അതുണ്ടാക്കും. വട്ടയപ്പം പൊങ്ങപ്പം വട്ടയപ്പം അതാണ് മെയിൻ ഉണ്ടാക്കുക. പിന്നെ എന്താ പറയാ, കറികള് ബീഫ് വയ്ക്കും, ചിക്കൻ പോർക്ക് വയ്ക്കും, ചിക്കൻ വയ്ക്കും. ചിക്കനില്ലാത്ത കളിയിലാണ് അങ്ങനെയൊക്കെ. പക്ഷെ ഞാനിന്ന് പോർക്ക് കഴിച്ചു. അത് വേറെ കേസ്. ഇച്ചിരിയൊക്കെ കഴിക്കാം. എല്ലാം നോക്കിയാ അതെ എല്ലാം ജീവിതമുള്ളൂ അല്ലേ? അല്ല ഒറ്റ ജീവിതമുള്ളൂ. അതിപ്പോ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നമ്മ ആ ജീവിതത്തിൽ അടിപൊളിയായിട്ട് ഇരിക്കേണ്ടി പോയെ. ഭൂ ജിമ്മി പോവേ? ഭൂവിന് ജിമ്മി വന്നൂടെ? ഞാൻ ജിമ്മി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതെന്ത്? എനിക്ക് ഡയറ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് അവന് കൈകാലം പിറക്കി. ഇന്നിപ്പോ എന്റെ മക്കളെ എക്സസൈസ് ചെയ്ത് തുടങ്ങും. മറ്റേ ഇതില് സ്കിപ്പിംഗ് റോപ്പ് ആ സാധനം വെച്ച് ചെയ്യാന്ന് വിചാരിക്കണം. അതാകുമ്പോ കുറച്ച് എഫക്റ്റ് ആയിരിക്കും. നല്ല ചാടുണ്ട്. ആ ബുക്ക് ചെയ്തണ്ടാ? ബുക്ക് ചെയ്തല്ല, വാങ്ങിക്കണം. വാങ്ങിക്കണത് എന്തായാലും വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് അത് അതില് ചെയ്ത് ഒന്ന് വയർത്ത് തയ്യാൽ മതി. ഒന്ന് ബോഡി ഒന്ന് ഫിറ്റ് ആയിട്ട്. മമ്മിനെ കൊണ്ട് ചാടിപ്പിക്കുവേ? മമ്മിയുടെ പക്ഷെ വയറ് ഫിറ്റാട്ടോ. മമ്മി ഇപ്പോഴും ഫിറ്റാ. ഫിറ്റ് ഒന്നല്ല മക്കളെ. അങ്ങനെ ഞങ്ങളുടെ അമ്പിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് മക്കളെ. ഇത് ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കുമ്പോ മക്കളെങ്ങനെയും കാണിച്ച് പിണ്ടിമേ കുത്തിയാക്കുന്നത് എങ്ങനെയും കാണിച്ചു തരും. ഭംഗിയായിട്ട് കാണിച്ചു തരും. പിന്നെ ചിരാതൊക്കെ വെക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ചിരാത് വാങ്ങിക്കാൻ മറന്നു. വേണ്ട ചിരാത് വേണ്ട. കൊട്ടത്തിരി മേടിച്ചിട്ട് അതും 10 മിനിറ്റിന്റെ കേസല്ലേ ഉള്ളൂ. ഇതിൽ കൂടി അമ്പ് അപ്രതീക്ഷണം പോവും. അപ്പൊ ഒന്ന് കത്തിച്ച് നിൽക്കാൻ വേണ്ടിട്ട് അത് മതി. അപ്പൊ കൊട്ടത്തിരി മതി. കൊട്ടത്തിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കപ്പ് കേക്ക് പോലത്തെ സാധനമില്ല. അതിങ്ങനെ ഈ മതിലുമേൽ ഇങ്ങനെ
അറ്റൊന്നിട്ട് ഈ അറ്റം വരെ കത്തിച്ചേക്കും. അതൊക്കെയാണ് പരിപാടി. നമുക്ക് എല്ലാ പ്രാവശ്യവും ഈ വഴി കൂടെ അല്ല, ഓരോ വർഷം ആ ഇതിന്റെ അപ്പുറത്തൊരു വഴിയുണ്ട് ഗൈസ്. ഒരു വഴിയുണ്ട് അപ്പുറ സൈഡില് മെയിൻ വഴി, മെയിൻ റോഡ് പറഞ്ഞിട്ടുണ്ട്. നല്ല ടാർ ചെയ്തൊരു സംഭവം റോഡ്. അപ്പൊ അതിൽ കൂടി ഒരു കൊല്ലം പോകും, അത് കഴിഞ്ഞിട്ട് പിറ്റേ കൊല്ലം ഞങ്ങളുടെ ഈ റോഡിൽ കൂടി പോകും. ആ അത് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ വഴി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിക്ക് ആഘോഷിക്കും അല്ലേ മീ. പിന്നെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കായിരുന്നു. ഇപ്പൊ ടാറ് റോഡ് റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര നാള് നിക്കുന്നുള്ളതൊന്നും അറിയില്ല. ചെലപ്പോ ഇനി ഇപ്പൊ മറ്റേ പൈപ്പ് ലൈൻ എടുക്കാൻ വീണ്ടും കുത്തി പൊളിയാൻ ചാൻസ്. അപ്പുറ സൈഡ് മെയിൻ റോഡൊക്കെ പിന്നെ സൈഡൊക്കെ കുത്തി പൊളിച്ച് അവിടെ പൈപ്പ് ഇടുന്നു. പാലത്തിന്റെ അവിടെ അല്ല അത് പറഞ്ഞിട്ട് ഒരു ടാർ ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ചെയ്യും, പിന്നെ കുത്തി പൊളിക്കും. പക്ഷെ ഇപ്പത്തെ ടാറ് നല്ലാന്ന് പറയുന്നുണ്ട്. ഇത്ര നാളെ നിക്കണം എന്തൊക്കെ ഉണ്ട്, റൂൾസ് എന്തോ ഉണ്ട്. അത് ആ റോഡ് നല്ല അടിപൊളി റോഡാണ്. മെയിൻ റോഡ് കിട്ടില്ല സാധനം. കുറെ നാളെ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ സാധനം പോരാ. ഇത് ഇപ്പൊ നടക്കുമ്പോഴേ വെയില് ഇപ്പൊ അങ്ങനെയല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ചൂടുള്ള സമയത്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒട്ടുന്നല്ലേ ടാറ് വയറുവേദന കണ്ട മക്കളെ. ഗൈസ് മമ്മിയുടെ എമ്പക്കോട്ടൊക്കെ കേട്ട നിങ്ങൾ. മമ്മി ഇന്ന് പോർക്ക് കയറുന്ന കഴിച്ചു. ഞായറാഴ്ച അപ്പൊ ഞങ്ങള് ഇറച്ചി വാങ്ങിച്ചു, പോർക്ക് കായിട്ട് വെച്ചു. അപ്പൊ മമ്മി അടിച്ച് കയറ്റിട്ടുണ്ട്. അയ്യോ ഞാനൊരു പണത്തോളം ഞാൻ അങ്ങനെ അധികം ഒന്നും തിന്നാറില്ല. മമ്മി ഫുഡ് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്, വളരെ കുറച്ച് തിന്നുള്ളൂ. അത് കാരണം മമ്മി ഇങ്ങനെ മെലിഞ്ഞിരിക്കണ. ആ മെലിഞ്ഞിരിക്കണ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. ചിലവര് പച്ചവെള്ളം കുടിച്ചാൽ മതി നന്നാകാൻ. മമ്മി ഡയറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കോളൊക്കെ കുടിക്കാന്ന്. എന്താന്ന് വെച്ചപ്പോ അത് നമ്മ ഇടുന്ന ഷുഗർ അല്ലല്ലോ എന്ന്, അത് അവര് ആഡ് ചെയ്ത് തന്നെയല്ലേ ഇത്. അതുകൊണ്ട് കുഴപ്പമില്ലാന്ന്. മായും കോളൊക്കെ ഐസ്ക്രീമിലും ഷുഗർ നമ്മ ഇടണല്ലേന്ന്. അപ്പൊ ഗൈസ് മമ്മിക്ക് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ട്. മമ്മി എന്നിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നാള് നവ്യ ബേക്കറിയിലൊക്കെ പോയിപ്പോ ആള് കഴിക്കില്ല എന്ന് നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ പറയും. പക്ഷെ അത് വീഡിയോ കട്ട് ചെയ്ത് കഴിയുമ്പോ ആള് ഷെയ്ക്ക് കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക. വീഡിയോയിലില്ല കട്ട് ചെയ്ത് കളയുന്ന. പിന്നെ ഞങ്ങള് പോയപ്പോ മധുരലാട്ടാട്ടം ഞാൻ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചത്. പക്ഷേ മക്കളെ അങ്ങനെ ഫുള്ള് നല്ല മധുരം ഇടുന്നുണ്ടെങ്കിൽ മമ്മി കഴിക്കില്ല. അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങളോട് പറയാല, മമ്മി കഴിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നേരത്തെ എപ്പോഴാ ദൈവം മുകളിലേക്ക് വിളിക്കാന്നുള്ളത് നമുക്കറിയില്ല. അപ്പ എന്താന്ന് വെച്ചൊക്കെ കഴിച്ച് നമ്മളെപ്പോഴും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് എപ്പോഴൊക്കെ എന്തിട്ടാന്ന് നമുക്കറിയില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഇതാണ്. വേറൊരു കേസ് അറിഞ്ഞ വിജയ് സിനിമയിൽ ഞാൻ അഭിനയിക്കില്ലാന്ന്. അയ്യോ അതെന്ത് പറ്റി? സിനിമയിൽ അഭിനയിക്കുന്ന ആള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, പൊളിറ്റിക്സിലേക്ക്. നമ്മുടെ അഭിപ്രായം വിജയുടെ സിനിമകളൊന്നും ആളുടെ പാർട്ടിയുടെ പേരെന്താണെന്നറിയോ? തമിഴക വെട്രി കഴകം, TV-K. അപ്പൊ ഇനി ഒരു 2-3 പടത്തിൽ ആള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവരോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് പടം അഭിനയിക്കില്ലാന്ന് പറയണ, പുതിയ പടങ്ങൾ വരില്ലാന്ന് പറയണ. അല്ലടനെ വിജയ്ക്ക് ഇനി അഭിനയിക്കേണ്ട കാര്യമില്ല. വിജയ്ക്ക് സാമ്പത്തികമായിട്ടും അങ്ങനല്ല, അതൊരു ദൈവം കൊടുത്തൊരു കഴിവായിരുന്നു. സാമ്പത്തികം മാത്രല്ല, ഇത് ഒരു പാഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്തോരോ ആരാധകരുണ്ട് വിജയ്ക്ക്. അപ്പൊ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് ആരാധകരൊക്കെ ചിലപ്പോ ഈ പാർട്ടിയില് വോട്ടായിട്ട് കൊണ്ടുവരാന്നായിരിക്കും. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മമ്മിക്കാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. നെഞ്ചത്തിട്ട് ഇടിച്ചു വിളിക്കും ആൾക്കാര്. രജനീകാന്ത് വരെ നോക്കിയതാണ്, ഒരു കൈ വരാനായിട്ട് നോക്കിയതാ. പക്ഷെ ആള് വരെ ഇത് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം രജനീകാന്തിന് വിജയനേക്കാളും നല്ലൊരു ഇത് ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിട്ടുണ്ട്, ആരാധനയും കാര്യങ്ങളൊക്കെ. ആ ടൈമിൽ ആള് നോക്കിയതാ. പക്ഷെ ആളത് വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വിജയുടെ ഇത് എത്രത്തോളം സക്സസ് ആവും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആള് വരട്ടെ, വരാണ്ട് ഇപ്പൊ നമ്മ വരണ്ടാന്ന്. പിന്നെ നമുക്ക് ഇങ്ങനെ പറയാന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ മമ്മി പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതൊക്കെ ആൾക്ക് അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആള് ചെയ്യണം. മമ്മിക്ക് ഇപ്പൊ അതേ ആ കോലുമേ ചുറ്റണം, അല്ല ആ സാധനം ചുറ്റണം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മമ്മി അത് ചെയ്യണം. അല്ല മമ്മിക്ക് പണിയെടുക്കാൻ മടിയില്ലാട്ടോ. അത് ചെറുപ്പം തൊട്ട് എല്ലാ പണിക്കും പോയിട്ടുണ്ട് മമ്മി. മമ്മിക്ക് ദേഷ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല. ചട്ടിങ്ങളൊക്കെ വല്ലോ പറമ്പിൽ പണ്ട് കടയിലിരിക്കാൻ മമ്മി ജോലിക്ക് പോയിട്ട് 6 മണിയാകുമ്പോ ഒരു വരവുണ്ട്. എന്റെ പൊന്നോ, ടെറർ എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ഞങ്ങളൊക്കെ പേടിച്ചാണ് നിൽക്കണേ. അടുത്തത് എന്തിട്ട് സംഭവിക്കാന്ന് നമ്മൾ ആലോചിക്കും. അതുപോലെ നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്താണ് തല്ലുകൊണ്ടതിന് ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല. ഒരു വന്നിട്ടുണ്ടല്ലോ എന്തൊക്കെ ചെയ്യാന്നറിയോ? ദേഷ്യം വന്നിട്ടേ
അത് ഇപ്പൊ ജോലിക്ക് പോണ വീട്ടമ്മമാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം. ഒരു ഒച്ചപ്പാടും ബഹളം കഴിഞ്ഞിട്ടാണ് കൂള. വീട്ടില് വരുമ്പോ പണികളൊന്നുമില്ല, കഴിച്ചു വെക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മ അത് ശരി, ഒരു പണി കഴിഞ്ഞ് വരല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ കുടി കടന്നു പോകുമ്പോഴാണ് അങ്ങനെ ആകുള്ളൂ. അല്ലാണ്ട് എന്തിനാ മക്കളെ അങ്ങനെ ഇല്ലാണ്ടുള്ള ചിന്തകള്. ആള് പറഞ്ഞു വേറെ എവിടേക്കാണ്ടൊക്കെ പോണ. എന്തായാലും പെരുന്നാളാണ് കഴിച്ചത്. അപ്പൊ പെരുന്നാളും മമ്മിനെ കളിയാക്കരുതെന്ന് കുറെ പേര് കമന്റ് ഉണ്ട്. മമ്മിനെ കളിയാക്കണോണ്ട് മമ്മിക്ക് വിഷമമുണ്ട്. എനിക്ക് ഇവരല്ലേ നമ്മുടെ മക്കളല്ലേ കളിയാക്കി. നമ്മളങ്ങനെ വിഷമമുണ്ടാ. അത് എന്റർടൈൻമെന്റിന് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു രസം വരാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കളിയാക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യണമെന്നല്ല. പക്ഷെ പറഞ്ഞു വരുമ്പോ ഇവരെന്നെ കളിയാക്കി വരെയാണ് മക്കളെ. കളിയാക്കി കൊന്ന് കളിയാക്കി. അത് ഞാൻ പറയണെങ്കിൽ അത് മമ്മിനെ മാത്രല്ല എല്ലാവരും അങ്ങനെ കളിയാക്കണം. എന്നാലാണ് അങ്ങനെ ഒരു രസം വരുള്ളൂ. മാറും, കുറച്ച് കളിയാക്കണം. അതാണ് രസം. ഒരാളെ മാത്രം എപ്പോഴും കളിയാക്കിയിരുന്നു. അല്ലാണ്ട് നമ്മൾ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് മമ്മിനെ തന്നെ ചെയ്യണതല്ല. അതെല്ലാവരും ചെയ്യണം. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. അത് അങ്ങനെ റെഡി ആയി വരാനായിട്ട്. നമ്മളിപ്പോ തുടങ്ങിയിട്ട് നമ്മളിപ്പോ പിച്ച വെച്ച് തുടങ്ങിയിട്ട് എന്തൊക്കെ കാണാൻ കിടക്കണ്. അപ്പൊ മക്കള് പരമാവധി സപ്പോർട്ട് ചെയ്യാ. അത് മാത്രമേ പറയാനുള്ളൂ. കളിയാക്കലൊക്കെ ഒരു വ്യക്തിക്ക് പൂവുണ്ടാകുന്നുണ്ട്. അടിപൊളി പൂ. കളിയാക്കലൊക്കെ ഒരു വ്യക്തി നടന്നോട്ടെ. അതിപ്പോ നമുക്ക് അടിപൊളി പൂ. നല്ല ഭംഗിയില്ലേ? അടിപൊളി സംഭവം. സൺഫ്ലവർ ആണ്. നിങ്ങളുടെ അവിടെ ഒക്കെ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? പെരുന്നാളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്? അങ്ങനെ ഉണ്ടാക്കാറാ? വാങ്ങിക്കുക ചെയ്യാറുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇത് മുന്നേ നമ്മ ഉണ്ടാക്കാറുണ്ട് കേട്ടാ. അല്ലടാ, മുന്നേ തുടങ്ങി ഉണ്ടാക്കി കുത്താറുണ്ട്. അല്ലാണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. എനിക്ക് ഇങ്ങനത്തെ പിന്നെ മമ്മിയുടെ പോലെ തന്നെയാണ് എനിക്കും. കാരണം എനിക്ക് ഇങ്ങനത്തെ പരിപാടി പിന്നെ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കാം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാ. ഇവര് ചെറുതായിരുന്ന സമയത്ത് ഇത് ഇവിടെയാണ് പുൽക്കൂട് ഉണ്ടാക്കിയിരുന്ന വെച്ചാൽ 2 കുറ്റി കുഴിച്ചിട്ട് ഇത് ഇതുമേലേക്ക് ഇങ്ങനെ എടുത്തും കൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഞാനൊരു നോയിലൊരു ഇതായി വന്നപ്പോ പിന്നെ നോയിൽ എടുക്കും. ഇത് ഇവരൊന്നും ചെയ്യില്ല. മമ്മിക്കുമ്മ തരും. പക്ഷെ അതെ മമ്മി ഒറ്റ ചോദിക്കലേ ചോദിച്ചോളൂ. മമ്മിക്ക് ഉമ്മ കൊടുത്തു. ഒരു കുഞ്ഞിതായിരുന്നു കൊണ്ടുവന്നപ്പോ റോളക്സ്. ഇപ്പൊ അത്യാവശ്യം സൈസ് ആയിണ്ട് അല്ലേ മീൻ? ഈ സാധനം ഇതിനെന്ത് പറയുമ്പോ അരങ്ങല്ലല്ലോ? തോരണോ? പിണ്ടിമേ കുത്തി ഇത്രയും ഞങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊന്നല്ല പറയാ, ഞാനൊരു ഉദ്ദേശം പിണ്ടിമേ കുത്തി ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും പിണ്ടിമേ കുത്തി ഈർക്കല് തേരാറായില്ലേ? ഈർക്കല് ഒരു ചൂലിന്റെ ഈർക്കല് അങ്ങനെ എടുത്തേക്കാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അല്ലാണ്ട് അതുമേല് വേണ്ടതുണ്ടല്ലോ. മമ്മിയുടെ ഈ റൈസ് ആവണുണ്ടോ? ഇതാണ് മമ്മി വിചാരിച്ചില്ല അത് വീഡിയോ എടുത്തിട്ടുണ്ടെന്ന്. കണ്ട യഥാർത്ഥ സംഭവം വന്നാനേ. അമ്മുന്റെ മമ്മി കൊണ്ടുവന്നതാണ് ആ ചൂല്. ഇത് അരങ്ങേട്ടാ മീൻ. അരങ്ങല്ല, ഈ ഈർക്കിമേ കുത്തി പിണ്ടിമേ കുത്തി എടുക്കാൻ. മമ്മിയുടെ പാട്ടുണ്ടാവട്ടോ അന്ന്. മറ്റേ അമ്പിന്റെ മമ്മിയുടെ പാട്ട് നമുക്ക് മൈക്കൊക്കെ വെച്ച് കൊടുക്കാം. ഇവര് കളിയാക്കണ് അമ്മിനല്ല, മമ്മിയുടെ പാട്ട് തന്നെ. ഓ, മമ്മിയുടെ ഫാൻസാണ്. ബെല്ലാൻഡിയുടെ മക്കളാണ്. മമ്മിയുടെ പാട്ട് തന്നെ എപ്പോഴാണെന്നറിയോ? മറ്റേ ഇതില്ലേ കുരിശിന്റെ വഴി പോകുമ്പോ ആയിട്ടുണ്ട്, ആവാറായിട്ടുണ്ട്. കുരിശിന്റെ വഴി അമ്പ് കഴിഞ്ഞിട്ട് പിന്നത്തെ ബുധനാഴ്ച ഞങ്ങളുടെ കരിക്കുറിയാണ്. അന്ന് തുടങ്ങി പെരുന്നാളല്ല, നൊയമ്പ് തുടങ്ങണം. കരിക്കുറി പെരുന്നാൾ. അപ്പൊ അതിന് കുരിശിന്റെ വഴി തുടങ്ങും. വെള്ളിയാഴ്ച ദിവസോ ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ച ദിവസം. അപ്പൊ മമ്മിയുടെ പാട്ടുകൾ കേൾക്കണം.
കുരിശിന്റെ വഴി പാടണതാണ് മക്കളെ, അല്ലാണ്ട് വീട്ടിലും ചൊല്ലു കേട്ടോ കുരിശിന്റെ. മമ്മി പാട്ട് പാടുന്നതല്ല, കുരിശിന്റെ വഴിയിൽ പാട്ടുണ്ട്. ഒച്ചത്തിൽ ഇങ്ങനെ പാടി പാടി പോകും. കുരിശിന്റെ വഴിയില് നല്ല രസമാണ് കേൾക്കാനായിട്ട്, ചിരി വരും. അതിന് ചിരി വരണേ. അല്ല മമ്മിയുടെ പാട്ട് കേൾക്കുമ്പോ പിന്നെ അത് മക്കളെ, കുരിശിൽ മരിച്ചവനെ കുരിശാലെ വിജയം വരിച്ചവനെ, ആ പാട്ടാണ്. അത് പാടും. അതിപ്പോ നമ്മ പാടിക്കൊണ്ട് പോകൂലേ, ഇത് പള്ളിയില വഴി കൂടെ, വഴി പ്രാർത്ഥന അല്ല, വഴി പ്രാർത്ഥന, വഴി പ്രാർത്ഥന, അത് തന്നെ, വഴി പ്രാർത്ഥന തന്നെ മക്കളെ. അതില് പാട്ട് സ്ഥലം ഈശോ ചെമ്മട്ടിയാലടിക്കപ്പെട്ടു. അപ്പൊ അത് പാടും. എന്താന്ന് വെച്ചാ ഒച്ചുണ്ട് എനിക്ക് ഭയങ്കര ഒച്ചയാണ്. ചങ്ക് കീറി പൊളിയും. എന്നിട്ട് രാത്രി വന്നിട്ട് ചുമയും കൊരക. എനിക്ക് ഭയങ്കര ഒച്ചയാണ്. അപ്പൊ ഞാൻ എന്നോട് പറയും പാട് പാട് എന്ന് പറയും. കൂടെ ഞങ്ങൾ പഠിക്കും. പാട് അപ്പൊ ഞാൻ പാടും മക്കളെ. അതിനിപ്പോ എന്താ, അതെങ്ങനെയാന്നറിയോ ആ സീൻ എങ്ങനെയാന്നറിയോ, മറ്റേ ഇതില് അമർ അക്ബർ അന്തോണിയില് മറ്റവന്റെ അടുത്ത് പാടാൻ പറയണില്ലേ, ആ ഒരു സീനാണ്. പാടി കടുവായക്കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യ കമോൺ എവരിബഡി കനവും പോയേ കളവും പോയേ കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് 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 കമോൺ എവരിബഡി കടുവായക്ക് പാടി കഴിയുമ്പോ അവര് വിചാരിക്കും ഓ പാടിക്കണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരാഴ്ച അങ്ങനെ ഞാൻ മുടങ്ങി കഴിഞ്ഞാൽ അവര് ഇത് പറയും, അയ്യോ ഇത് എവിടെ പോയിരുന്നു, പാടാൻ ആളുണ്ടായില്ലല്ലോ. ആര് തള്ളി മറിക്കുന്നു. അപ്പൊ ഗൈസ്, മമ്മി ഇപ്പൊ പറഞ്ഞൊരു ഡയലോഗ് അതന്നെ എന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് കൊളുത്തി. എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ അതേ, പറ. ഫുഡിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നേ മക്കളെ. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലത്ത് നമ്മൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയും അങ്ങനെയൊന്നും ഉണ്ടായില്ല. എൻ്റെ കാരണന്മാരുണ്ടായ സമയത്ത് അന്നാളിൽ തിന്നാൻ ആഗ്രഹം ഉണ്ടായി, പക്ഷെ കിട്ടാൻ വഴിയുണ്ടായില്ല. ഉള്ള കാര്യമോ പറയണേ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, തിന്നാൻ കിട്ടാൻ വഴിയുണ്ടായില്ല. ഇന്നിപ്പോൾ കിട്ടാൻ വഴിയുണ്ട്, തിന്നാൻ പാടില്ല. ഇനിയിപ്പോൾ കിടക്കണ വഴി വരെ എത്തും. അപ്പൊ ഇവരെന്നെ എന്ത് ചെയ്യുന്നു എനിക്ക് ഓർത്തിട്ടുണ്ട്. ഓ ചെറിയ മമ്മിനെ പൊന്നുപോലെ പിന്നെ ഓർഫനേജിലൊക്കെ കൊണ്ടുപോയി ആക്കും എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതിപ്പോ എവിടെയായാലും ജനിച്ചു മരിക്കാണ്ട് പറ്റില്ലല്ലോ, മരണം വരെ. അപ്പൊ ഞങ്ങൾ എന്തൊരു ചെയ്യണ്ട, ഞങ്ങളപ്പോ ഞങ്ങളുടെ ചെറുപ്പപ്രായല്ലേ, അപ്പൊ നമ്മള് ആവശ്യമുള്ള ഫുഡൊക്കെ കഴിക്കാന്നല്ലേ മമ്മി ഉദ്ദേശിച്ചത്. നിങ്ങൾ കഴിച്ചോ? അതിപ്പോ മമ്മി പറയണില്ല ആരോടും കഴിക്കണ്ടാന്ന്. പക്ഷെ മമ്മി കഴിക്കുന്നത് ചെറുപ്പത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ കഴിക്കാനും പറ്റണില്ല, ഷുഗർ. എന്നാലും മമ്മി കഴിക്കൂട്ടോ മക്കളെ. എന്നാലും മമ്മി ഇഷ്ട ഭക്ഷണം തന്നെ മന്തിയാണ്. മന്തി കിട്ടി കഴിഞ്ഞാൽ മമ്മി അടിച്ചു വിടും അങ്ങോട്ട്. മമ്മി എന്ത് കിട്ടിയാലും മമ്മി കഴിക്കും. മമ്മിയുടെ രോഗത്തിന്റെ ഒന്നും മമ്മി നോക്കണില്ല. പക്ഷെ ഇത് ഒറ്റ തട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ആണെന്ന് മമ്മിക്കറിയാം. പോകുമ്പോ പോട്ടെ. അപ്പൊ അങ്ങനെ വല്ല സംഭവിച്ച സെക്കൻഡ് ചാനൽ പറഞ്ഞുകൊണ്ട് ഹിന്ദി സ്പെഷ്യലോട് കിടക്ക്. അയ്യോ തമാശ പറഞ്ഞ ഇങ്ങനെ തമാശ നീ പറയില്ലേടാ, പറയില്ലേ. അപ്പൊ അങ്ങനെ നിനക്കല്ലെങ്കിലും ഉറക്കം വരും. എന്ത് പരിപാടി എന്ത് പണിയുടെ പരിപാടി പറഞ്ഞാലുണ്ടല്ലോ മക്കളെ, അപ്പൊ ഉറക്കം. റോയലിനൊന്നില്ലെങ്കിൽ ഉറക്കം, അല്ലെങ്കിൽ എനിക്കറിയില്ല, അത് പറഞ്ഞു ഒഴിഞ്ഞു മാറും. ക്ഷീണം കൊണ്ടാണ്. നിനക്ക് മാത്രം ഇതിനു വേണ്ടി ക്ഷീണം എവിടെ നിന്ന് വന്നേന്നാണ്. ഈ മമ്മിക്കൊക്കെ ഒരു ക്ഷീണമില്ല. ഈ കണ്ട പണി മൊത്തം ചെയ്തിട്ട് പാവം. എന്റെ പൊണ്ണോ പണി മട്ടേ മഴ ചുമത് കൊണ്ടോ വെച്ചല്ലേ പണി. രാവിലെ യൂട്യൂബിൽ കയറാ, ഉച്ചക്ക് വാട്സാപ്പിൽ കയറി, 2 ഗ്രൂപ്പിക്ക് 2 വാട്സാപ്പിലൊന്നും. അതൊരു പോയിന്റ് കേട്ടാ. അത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. മമ്മിക്ക് കുറെ വാട്സപ്പ് ഇതുകളുണ്ട്, കോണ്ടാക്ട്സുകൾ. അതിനകത്തേക്ക് രാവിലെ തന്നെ എഴുന്നേക്കും. മറ്റേ ലാലോ ലക്സിന്റെ ഇതുപോലെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ മറ്റേ ഇത് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടും, അല്ലെങ്കിൽ മുറുക്കമാമ്പ് അടിച്ച് മരിക്കും. അങ്ങനത്തെ ആളൊക്കെ ആൾക്കാർക്ക് നിരത്തി പിടിച്ചാൽ കഴിക്കുക. അതാണ് മമ്മിയുടെ പരിപാടി. പിന്നെ ഈ മെസ്സേജ് 10 പേർക്ക് അയച്ച ബാറ്ററി ചാർജ് കൂടും. അതാണ് മമ്മിയുടെ പരിപാടി.
പിന്നെ ഞാൻ പ്രാർത്ഥനകൾ എനിക്ക് ഒരുപാട് പേരൊന്നുമില്ല മക്കളെ, 10-30 പേരൊക്കെ ഉള്ളൂ. പോരാ. അപ്പൊ അവർക്ക് 20 പേര് ബ്ലോക്ക് ചെയ്തിട്ടാണ്. പിന്നെ അതങ്ങനെ നിനക്കറിയാ. അപ്പൊ അവർക്ക് പ്രാർത്ഥനകൾ ഞാൻ അയച്ചു കൊടുക്കാം. രാവിലെ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഒന്നും അയക്കാറില്ല. ഗുഡ് മോർണിംഗ് ഒന്നും ഇപ്പൊ ഞാൻ അയക്കാറില്ലടാ. പ്രാർത്ഥനയുടെ അയച്ചു കൊടുക്കും. കോമഡിയാണ് മമ്മി എന്തായാലും. എന്താ ചിരിക്കാനുള്ള ഭാഗ്യമുണ്ട് മമ്മി. ഇതുപോലത്തെ ഒരു കോമഡി മമ്മിനെ എവിടെ കിട്ടും? അപ്പൊ അതാണ് ഓർഫനേജ് കൊണ്ടാക്കാൻ പോണേ. ഓർഫനേജ് അത് നീയല്ലടാ പറഞ്ഞ. നല്ല കാര്യമില്ല, അവിടെ നീ കൊണ്ടയാക്കുന്ന എനിക്കറിയാം. ഓർഫനേജില് എന്റെ മൂത്ത മോനെ കൊണ്ടയാക്കൂല, അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യോ മീ? ഡയലോഗിൽ തന്നെ ഉറപ്പായിട്ട് ചെയ്യുന്നു. ആരും ഞമ്മ ഇവരെയൊന്നും പ്രതീക്ഷിച്ച് ജീവിക്കണില്ല മക്കളെ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഇപ്പോൾ കണ്ടതാണ് റോളക്സിൻ്റെ ഒരു അമ്പലം. റോളക്സിൻ്റെ ഒരു കട്ട്, നല്ല കട്ടുണ്ട്, പക്ഷേ സൈസ് ഇത്തിരി കൂടുതലാണ്. ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ആൾ പേടിച്ചു, ഇതേ കാടിൻ്റെ ഉള്ളിൽ കയറി പോയി. അപ്പോൾ ഞങ്ങളുടെ റോഡ് ഇതേ ടാർ ചെയ്താണ്. കണ്ട ഇങ്ങനെ ടാർ ചെയ്തു, അങ്ങോട്ട് ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട്. നിന്നാൽ മതി, മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ നിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അയ്യോ മോനെ, എടാ മമ്മി ഇന്ന് പെൻറ്റിപ്പിരീത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി. എന്നിട്ട് മമ്മി പെൻറ്റിപ്പിരീത്ത്? അത് നമ്മുടെ പറങ്കികളുടെ ഒരു പലഹാരമാണ്. പറങ്കിയ ആംഗ്ലോ ഇന്ത്യൻ പറങ്കി. എന്നിട്ടാണ് അതിൻ്റെ പേര് പെൻറ്റിപ്പിരീത്ത്. പെൻറ്റിപ്പിരീത്ത്. പക്ഷെ അത് ഉണ്ടാക്കണത് അടുത്ത ആഴ്ച പറ്റൂല, പെരുന്നാള്. എന്തായാലും നമ്മള് സാധനം ഉണ്ടാക്കൂല, ഉണ്ടാക്കി കാണിച്ചു തരാം. പെൻറ്റിപ്പിരീത്ത് മമ്മി ആ സാധനം ഉണ്ടാക്കി മക്കളെ കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. പെൻറ്റിപ്പിരീത്ത് എന്നാണ് അതിൻ്റെ പേര്. ആംഗ്ലോ ഇന്ത്യൻസുകൾ പണ്ട് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു പലഹാരമാണ്. ഇപ്പം എങ്ങും അങ്ങനെ കിട്ടാം. സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതില് ഒരു സ്നാക്കാണ്. ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണം. അത് വറുത്തെടുക്കും അല്ല എണ്ണയില്. നൈസ് അരിപ്പൊടി, ജീരകവും അങ്ങനെ സാധനമൊക്കെ മറ്റേ കടുകൊക്കെ ചേർത്ത് വറുത്തെടുക്കണം. കടുക് ചേർക്കൂലേ? എള്ളിടുന്നത് അങ്ങനെ ചേർത്ത് ഈ സാധനം വറുത്ത്. ഇതിനകത്ത് എള്ളല്ല ചേർക്കടാ, ഇതിനകത്ത് നല്ല നൈസ് അരിപ്പൊടി. നൈസ് അരിപ്പൊടിയിൽ തേങ്ങാപ്പാൽ നന്നായി വേണം. തേങ്ങാപ്പാലിൽ പഞ്ചസാരയും ലേശം ഉപ്പിടാം. അതിനകത്ത് ചേരണ വിധത്തിൽ ഉപ്പിട്ടില്ലേലും വേണ്ടില്ല, എന്നാലും നമ്മ പൊടി എന്നിട്ട് തേങ്ങാപ്പാലിൽ കുഴച്ചെടുക്കണേ. മുട്ട വേണം, ഏലക്കായ, അല്ലാണ്ട് എള്ളൊന്നും ഇടില്ല. വായലിടുമ്പോഴത്തേനും കരുകുരു അത് ഉഴുന്ന് അതന്നെ. ഇത് വേറെ സാധനം, മധുരല്ല. നല്ല രസമുള്ള സാധനമാണ്. മുറുക്കില്ലേ അതിന്റെ ടേസ്റ്റ് അല്ലേ മീ? വായന്ന് വെള്ളം വന്ന് അത് പറഞ്ഞപ്പോ ഞാൻ ഇന്നത് ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ്. അരിയൊക്കെ പൊടിപ്പിച്ച് വെച്ച് മക്കളെ. ഇന്ന് പറ്റില്ല. അതന്നെ കുക്കിംഗ് വീഡിയോ മമ്മി അത് എങ്ങനെയായാലും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. മമ്മി ചെയ്ത് കാണിച്ചു തരട്ടെ മക്കളെ. സെറ്റപ്പായിട്ട് ഓരോന്നായിട്ട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരാട്ടെ. പെൻറ്റിപ്പിരീത്ത് പേര് പെൻറ്റിപ്പിരീത്ത് പേരിലാണ് അതിന്റെ ഒരു ഇത്, വേറെ ഒന്നുമില്ല. ആ പേരാണ് അതിന്റെ ഒരു ടേസ്റ്റ് ചെയ്യേണ്ടതും ഇതുണ്ട്. തേങ്ങ അതല്ല സംഭവം. ആ പേര് എന്തൊരു സംഭവമാണ് തേങ്ങാപ്പാല് ചൂടാക്കിയിട്ട് അതിലാണ് ഈ പൊടി കുഴച്ചിട്ടുണ്ടേ, മുട്ട വെട്ടിയിട്ട്. അങ്ങനത്തെ ഒക്കെയാണ്. അത് മമ്മി ചെയ്തു തരാം. അപ്പൊ നമ്മള് ഇത്ര സാധനം ഉണ്ടാക്കി, ഇനിയും ഉണ്ടാക്കണത് ഇത്രയും ചൂലിന്റെ സാധനം ഉണ്ടാക്കണം. എന്നാലാണ് കുറച്ചെങ്കിലും നമുക്ക് പിണ്ടിമേൽ കുത്തി ഭംഗിയിൽ നിൽക്കുള്ളൂ. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അമ്പിന്റെ വീഡിയോ വരും അടുത്ത ആഴ്ച. അപ്പൊ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും ഈ പിണ്ടിമേലൊക്കെ കുത്തി റെഡിയാക്കി വെച്ചേക്കണത്. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ അല്ലേ മീ? സംസാര വീഡിയോ. ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടോ, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ, പിന്നെ ഒരു വ്ളോഗ്. അല്ല മക്കളെ, അത് മമ്മീനെ കളിയാക്കുന്നത് കുഴപ്പമില്ല മക്കളെ. അതൊക്കെ നിങ്ങൾക്കൊരു ചിരി വരാനും അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. മമ്മീനെ കളിയാക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നല്ല കേട്ടാ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇംഗ്ലീഷ് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മമ്മിക്ക് ഇടയ്ക്ക് ഇംഗ്ലീഷ് വരും മക്കളെ. ആംഗ്ലോ ഇന്ത്യൻസ് അല്ലേ, അതാണ് ഇച്ചിരി ഇംഗ്ലീഷ് മമ്മി എത്ര വരെ പഠിച്ചിട്ടുണ്ട്? പഠിപ്പില്ല മമ്മി 7ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പഠിപ്പൊന്നുമില്ല. മമ്മി 7ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. മമ്മി നമ്മൾ പറയുന്നതൊന്നുമല്ല. 7ാം ക്ലാസ്സിൽ വെച്ച് മമ്മി പഠിപ്പ് നിർത്തി. മമ്മിയുടെ വീട്ടിൽ അപ്പൻ, പപ്പ, അമ്മ 8 മക്കളായിരുന്നു. 8ാമത്തെ മോളാണ് ഞാൻ.
5 ആണും 3 പെണ്ണും. പപ്പയ്ക്ക് എന്തിനായിരുന്നു ജോലി? പപ്പ മിലിറ്ററിക്കാരനായിരുന്നു. മിലിറ്ററി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മിലിറ്ററി ആയിരുന്നു. അത് അവിടെ നിന്ന് വന്നു. പുഴയിൽ മീൻ പിടിക്കാൻ പോകും. പപ്പയ്ക്ക് ഒരു അസുഖം വന്നു. അയ്യോ അതൊക്കെ പറയാടാ. പറഞ്ഞു പപ്പയ്ക്ക് ഒരു അസുഖം വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കണ്ടമാല. പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ല. ഇതിന് പേരുണ്ടാവും, പക്ഷെ നമുക്ക് ഈ പേര് അറിയുള്ളൂ. പഴയ ആൾക്കാർക്ക് അറിയാം. കണ്ടമാല എന്ന് പറയും. അത് ഈ പട്ടി കടിച്ച പോലെ ദിങ്ങനെ വട്ടമായിട്ട് പഴുത്ത് പൊട്ടി. എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ മക്കളെ, എൻ്റെ അമ്മ പറഞ്ഞു കേട്ട അറിവാണ്. പഴുത്ത് പൊട്ടി ഇങ്ങനെ ചോർന്നൊലിച്ച് ഇങ്ങനെ ഇരിക്കും. കുറേ നടന്നിട്ടാണ് അത് മാറിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴുത്തിന് ചുറ്റും വരെയെന്നുണ്ടെങ്കിൽ ആൾ മരിക്കും. പക്ഷേ ഇതിങ്ങനെ വന്നു ഒരെണ്ണവും കൂടിയും വരേണ്ട സ്ഥലം ഒഴിച്ചിട്ടിട്ട് വന്നേ. അത് കാരണം ആളുണ്ടായിരുന്നു. എന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടാണ് അത് മാറി കിട്ടിയത്. അങ്ങനെ ആ അസുഖം വന്നപ്പോൾ മിലിറ്ററിയിൽ നിന്ന് പോന്നു. എന്നിട്ട് ഇവിടെ പുഴയിൽ മീൻപിടുത്തവും ആ രോഗം മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ പുഴയിൽ മീൻപിടുത്തം, പശുവിനെ നോക്കൽ, ആടിനെ നോക്കൽ. പിന്നെ പണ്ടെന്ന് പറയുന്ന മക്കളെ ഓല, ഞങ്ങൾ പല വളപ്പിലും പോയി, പുഴയ്ക്ക് അക്കരെയൊക്കെ പോയി ഓല മുറിഞ്ഞ് മേടിച്ച് തെങ്ങ് കയറുമ്പോൾ തെങ്ങുകൾ അന്നുണ്ട്. ഇന്ന് കഴിഞ്ഞില്ലേ? ഇതൊന്നും തെങ്ങല്ല കഴിച്ചത്, ഇത് ജാതിയും മാവൊക്കെയാണ്. തെങ്ങുണ്ട്. അതല്ല മമ്മി പറഞ്ഞു അതല്ല മക്കളെ, ഇത്രയും തെങ്ങില്ല. ഇപ്പൊ തെങ്ങൊക്കെ മണ്ടരി ബാധിച്ചൊക്കെ എല്ലാവരും വെട്ടിക്കളഞ്ഞ് ജാതി തൈ അത് ഇതൊക്കെ വെക്കാണ്. മുന്നെന്ന് പറയുന്നത് ഇഷ്ടം പോലെ തെങ്ങ. അപ്പൊ ഞങ്ങൾ തെങ്ങോല. പിന്നെ തന്നെയല്ല, നമ്മ മതിൽക്കെട്ടുകളല്ല മുന്ന്. നമ്മുടെ ഇവിടെ അല്ല, എറണാകുളം ഭാഗത്തേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓലയും കൊണ്ടാണ് ഈ മറ കെട്ടി. ഓല തന്നെയല്ല, മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ ഒരു നീല കളറുള്ള, അതൊക്കെ ഇട്ടാണ്. പിന്നെ ഓല വീട് അന്നൊക്കെ അങ്ങനെ ഉണ്ടായി. ഇപ്പൊ ഒരു ഓല വീട് മക്കള് കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അന്നാളിൽ എന്ന് പറയുന്നത് കാലങ്ങൾ പുരോഗമിച്ച് വരുന്തോറും മാറ്റങ്ങൾ വരെയാണ്. അന്നെന്ന് പറഞ്ഞാൽ ഓല എന്ന് പറഞ്ഞാൽ ആ ഓല കൊണ്ടുവന്ന് കീറി കുഴിയിൽ കുതിർത്തി ഓലമെടയിലുണ്ടായി. അതേപോലെ കത്തിക്കാൻ ആൾക്കാർ വന്ന് മേടിച്ചു. അങ്ങനെ വലിയ പ്രസ്ഥാനമായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പങ്കപ്പാടുകളൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ കശുമാവും തോട്ടം മുറിഞ്ഞെടുത്ത് അത് ഇവിടെ കുറച്ച് പോകുമ്പോഴാണ് വലിയ. ഇപ്പൊ അവിടെ പ്ലാവ് മാവൊന്നുമില്ല. അതൊക്കെ ഇഷ്ടം പോലെ. അപ്പൊ കശുമാവും തോട്ടം മുറിഞ്ഞെടുത്ത് അത് നോക്കിയിരുന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇതൊരു ഹൈറ്റ് കൂടിയ സ്ഥലത്തിരിക്കുകയാണ്. അതാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ സംസാരിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഈ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലം. അത് ശരിക്കും ഇതിങ്ങനെ ഒരു കോട്ടയായിരുന്നു, മറ്റേ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിൽ അങ്ങനെ ആയിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഒരു കോട്ട പോലെ ഇതിങ്ങനെ വരും. അങ്ങനെ കാണാൻ പറ്റും. അത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ വല്ല ഡ്രോണൊക്കെ പറത്തി അല്ലെങ്കിൽ മാപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സംഭവം. ശരിക്കും ഒരു കോട്ട ഒരു റൗണ്ട് ഇങ്ങനെ ഒരു ഇതിങ്ങനെ കർവ് പോലെ ഇങ്ങനെ വന്നാണ് സംഭവം. ഞങ്ങളിങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. അത് മക്കൾക്ക് ഇഷ്ടപ്പെടണ്ട ഇല്ലേന്നറിയില്ല, ബോറടിക്കണ്ട എന്നറിയില്ല. എന്നാലും ഞങ്ങളുടെ പഴമ കാലങ്ങളൊക്കെ അങ്ങനെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ടായ സമയം അങ്ങനെ പറഞ്ഞു വന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഞങ്ങൾ ഇവിടെ വരെ എത്തി. പപ്പ മിലിറ്ററിക്കാരനായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് വന്നിട്ട് ഈ രോഗം കാരണം പിരിഞ്ഞു പോകുന്നു. കല്ലും മുള്ളും എന്ന് പറഞ്ഞ വഴി കൂടിയാണ് മമ്മി സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാലുമേൽ ഒരു ചെരുപ്പ് പോലും ഇടാണ്ട്. അതാണ് 7ാം ക്ലാസ് വരെ പോയത്. അതാണ് 7ാം ക്ലാസ്. അങ്ങനെയൊന്നുമല്ല, കല്ല് നിറഞ്ഞ വഴിയൊന്നുമല്ല. ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ ഇപ്പോഴും ആ കുട്ടികൾ ഇതിലേ പോണ കുട്ടികൾ, അത് മമ്മി പഠിച്ച സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂളുകളൊക്കെ വാർക്കയും പിള്ളേര് മമ്മിയുടെ പഠിച്ചതാണ്. അതല്ല, ഇപ്പോഴും ഇതിലേ പോണ കുട്ടികള് മമ്മിയുടെ പഠിച്ചതാണ്, പഠിച്ച കുട്ടികളാ. ആ സ്കൂളിൽ പഠിച്ച കുട്ടികളാ. അങ്ങനല്ലടാ ഞാൻ ഉദ്ദേശിച്ചേ. അത് എൻ്റെ സബ്സ്ക്രൈബർമാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് അത്രയ്ക്കൊക്കെ ഇതായിട്ടല്ലേ പറയുന്നുള്ളൂ. മോനെ കഥകള് ഇനിയും മമ്മിയുടെ കഥകളുണ്ട്, ചെറുപ്പത്തിലെ കഥകള്, വീട്ടിലെ കാര്യങ്ങള്, അതൊക്കെ നമ്മളത് ഓരോ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ബോറടിയൊക്കെ എന്നുണ്ടെങ്കിൽ അതും ചെയ്തോളൂ. അപ്പൊ പിന്നെ നമുക്കത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ മീ? അപ്പോൾ ഇന്നത്തെ വീഡിയോ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് മമ്മിക്കില്ല മക്കളെ, ചെയ്തു. സബ്സ്ക്രൈബർ ഉണ്ട് 2,50,000. ആരും കാണണില്ല മക്കളെ. നമ്മള് ഷോർട്ട് വീഡിയോ ഇട്ടോണ്ടിരുന്ന അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇപ്പൊ പുറത്തിറങ്ങി എല്ലാവരും ചോദിക്കുന്നുണ്ട്, മമ്മി ഇപ്പൊ വീഡിയോ ഇടണല്ലേ,
കാണുന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഷോർട്ട് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ഇപ്പം മെയിൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. അതുകൊണ്ട് അതിന്റെ ഒരു വ്യൂസ് കിട്ടാൻ കുറവുണ്ട്. അപ്പൊ അതൊന്ന് റെഡി ആയി വരണം. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ലെങ്ത് വീഡിയോ ഇടണ്ട്, എല്ലാ ആഴ്ചയും 3 എണ്ണം വെച്ച് ഇടണ്ട്, ഷോർട്ട് വീഡിയോകൾ ഇടണല്ല എന്ന് പറഞ്ഞു. മുന്നേ നമ്മൾ ഷോർട്ട് വീഡിയോകളെ ഇട്ടിരുന്ന വെച്ചത്. ഇപ്പം അത് ലെങ്ത് വീഡിയോ ആക്കി ആഴ്ചയിൽ 3 എണ്ണം വെച്ച് ഇടണ്ട്. അപ്പം മമ്മീനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. അപ്പം അടുത്ത ആഴ്ച കാണുന്നവരെ അടുത്ത ആഴ്ച അടുത്ത വീഡിയോ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ. പിന്നെ കാണിക്കണ്ടേ? അയ്യോ റെക്കോർഡ് ചെയ്തില്ല. പിന്നെ